ഇന്നും നടുക്കത്തോടെ ഓർക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം. 1987 മാർച്ച് 23. ജാലിയൻവാല ബാഗിനോട് EMS ഉപമിച്ച ചീമീനി കൂട്ടക്കൊല. രാഷ്ട്രീയ പകപോക്കലിന്റെ കേരളം മറക്കാത്ത അധ്യായം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് കണക്കുകൾ വിശകലനം ചെയ്യാൻ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തകർ ഒത്തുകൂടിയതായിരുന്നു. വൈകുന്നേരത്തോടെ മാരകായുധങ്ങളുമായി എത്തിയ ഒരു അക്രമി സംഘം പാർട്ടി ഓഫീസ് വളഞ്ഞു. അകത്തുണ്ടായിരുന്നവരെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ ഓഫീസ് തീയിട്ടു. ജനലിലൂടെയും വാതിലിലൂടെയും രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ വെട്ടിവീഴ്ത്തി. P. കുഞ്ഞപ്പൻ, M. കോരൻ, ആലുവളപ്പിൽ അമ്പു, ചാലിൽ കോരൻ എന്നിവർ ഓഫീസ് പരിസരത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. ഇതിനു പിന്നാലെ ജംഗ്ഷനിൽ നിന്നിരുന്ന ലോക്കൽ കമ്മിറ്റി അംഗം KV കുഞ്ഞിക്കണ്ണനെയും വെട്ടിവീഴ്ത്തി. മരണം ഉറപ്പാക്കാൻ അദ്ദേഹത്തിന്റെ തലയിൽ വലിയ കല്ലെടുത്തിട്ടതിന് ശേഷമാണ് അക്രമി സംഘം മടങ്ങിയത്. ആകെ 5 ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത്. CPIMന്റെ ശക്തി കേന്ദ്രമായ കയ്യൂരും കോൺഗ്രസിന്റെ കോട്ടയായ ചീമേനിയും തമ്മിലുണ്ടായ ഒരു രാഷ്ട്രീയ ധാരണയുടെ ലംഘനമായിരുന്നു ക്രൂരതയ്ക്ക് പിന്നിലെ പ്രകോപനം. അന്ന് കയ്യൂർ ബൂത്തിൽ ഏജന്റായിരുന്ന കോൺഗ്രസ് നേതാവ് പിലാന്തോളി കൃഷ്ണൻ സംഘർഷത്തിൽ കൊല്ലപ്പെടുന്നു. ചോരയുടെ മണം മാറുന്നതിന് മുൻപ് തന്നെ പകപോക്കാൻ എത്തിയ സംഘമാണ് ചീമേനിയിലെ പാർട്ടി ഓഫീസിന് നേരെ ഈ ആക്രമണം അഴിച്ചുവിട്ടത്. പിന്നീട് വന്ന നായനാർ സർക്കാരിന്റെ കാലത്ത് നിരവധി പേർ ഈ കേസിൽ അറസ്റ്റിലായി. പക്ഷേ ആൾക്കൂട്ട സ്വഭാവം കാരണം കോടതിയിൽ പ്രതികളെ തിരിച്ചറിയാൻ സാധിച്ചില്ല. അതോടെ പ്രതികളെയെല്ലാം വിട്ടയക്കപ്പെട്ടു. പക്ഷെ മരണം ഉറപ്പാക്കാൻ തലയിൽ കല്ലെടുത്തിട്ടവർ ഒരു കാര്യം ഓർത്തില്ല: വിത്തുകളെ മണ്ണിലിട്ട് അമർത്തും തോറും അവ കൂടുതൽ കരുത്തോടെ മുളച്ചു പൊങ്ങുമെന്ന്. അന്ന് ആ ഓഫീസിനുള്ളിൽ പൊലിഞ്ഞത് 5 ജീവനുകളല്ല, പകരം ഒരു നാടിന്റെ വീര്യമായിരുന്നു. ഇന്നും ചീമേനിയിലെ ആ മണ്ണിൽ രാഷ്ട്രീയ പകപോക്കലിന്റെ കറ മായാതെ അവശേഷിക്കുന്നു.